ഹലോ, ഞാനിന്ന് ഇവിടെ പ്രോൺസ് കൊണ്ട് ഒരു പുലാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ പുലാവ്. ചെമ്മീനോട് നമ്മൾ ബിരിയാണിയും ചെമ്മീൻ ചോറൊക്കെ കൂടുതലും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ പുലാവ് ഉണ്ടാക്കുന്നത് അധികം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഞാനിത് ഒരു 10-15 വർഷം മുന്നേ തൊട്ട് ഒരു ബിടെക്കിനൊക്കെ പഠിച്ചിരുന്ന സമയം തൊട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒരു നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടിയപ്പോൾ ഇപ്രാവശ്യം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കുഞ്ഞി കൈകൾ എൻ്റെ മോളുടെയാണ്. അവൾക്ക് ഈ ചെമ്മീൻ നന്നാക്കുന്ന പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും മോളും കൂടിയാണ് 1/2 കിലോ ചെമ്മീൻ നന്നാക്കിയത്. 1/2 കിലോ ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഒരു 350 ഗ്രാമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. ചെമ്മീൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു 2-3 മിനിറ്റ് വേവിക്കുക, അല്ലെങ്കിൽ പിന്നെ ഒരു 10-20 മിനിറ്റിൽ മേലെ വേവിക്കുക, അല്ലെങ്കിൽ അതൊരു റബ്ബർ പോലെയാവും. അപ്പോൾ ഞാനിവിടെ കൂടുതൽ സമയമാണ് വേവിക്കുന്നത്, ഒരു 10-20 മിനിറ്റ്. ചെമ്മീനിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 സ്പൂണൊക്കെ ഗരം മസാല. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 10-20 മിനിറ്റ് അവിടെ നിന്ന് വേവട്ടെ. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് നാളികേരപ്പാൽ, 1/4 പാൽ 2/4 പാൽ എല്ലാം കൂടി 1 കപ്പ് ചെമ്മീൻ വേവിച്ച വെള്ളം, പിന്നെ 1 കപ്പ് സാധാരണ വെള്ളം അത്രയും ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച് ഊറ്റിയെടുത്ത അരി ചേർത്ത് കൊടുക്കുക. ബാസ്മതി റൈസ് അത് അവിടെ ഇരുന്ന് വെന്ത മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ക്യാരറ്റും ബീൻസും വഴറ്റിയെടുക്കണം. അത് മാറ്റി വയ്ക്കുക. അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള, ഇഞ്ചി, വെളുത്തുള്ളി അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വഴന്ന് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. ഇത് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ പൊടികളുടെ അളവ് കുറച്ച് കുറവ് മതിയെന്ന് മാത്രം. ഒരുപാട് എരിവൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി അടച്ച് വെച്ച് നന്നായി വേവിച്ച് എടുക്കാം. അപ്പം നമ്മൾ മസാല റെഡിയാണ്. അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ചെമ്മീൻ ഞാനൊരു 10-20 മിനിറ്റ് നേരം വേവിച്ചെടുത്തിരുന്നു. അപ്പോൾ അതിൽ ഒരു കപ്പ് വെള്ളം നമ്മൾ അരിയിൽ ഒഴിച്ചിരുന്നു. പിന്നെ ഒരു 1/2 കപ്പ് അതിൽ അടുത്ത് വെള്ളം ഉണ്ടായിരുന്നു. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ട് വഴറ്റി എടുക്കണം. എൻ്റെ ഫ്രണ്ട് ശ്രേയ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തത്. ആളുടെ മോന് പ്രോൺസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് മുന്നേ ബിടെക്കിനൊക്കെ ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്നും യൂട്യൂബിലിടാൻ പറഞ്ഞിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ശ്രേയ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വരട്ടി വെച്ച ചെമ്മീനും അതുപോലെ ക്യാരറ്റും ബീൻസൊക്കെ നമ്മുടെ റൈസിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ പുലാവ് റെഡിയാണ്. നാളികേരപ്പാലിൻ്റെയും അതേപോലെ ചെമ്മീൻ വേവിച്ച വെള്ളത്തിൻ്റെയും ഒക്കെ ഇതിൽ കിടന്ന് വെന്ത റൈസായതുകൊണ്ട് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ്. ഇത് കഴിക്കാനായിട്ട് ആക്ച്വലി വേറെ സൈഡ് ഡിഷൊന്നും വേണ്ട, സലാഡ് അങ്ങനെയൊന്നും ആവശ്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാം. ഞാൻ പിന്നെ ഇവിടെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് മാറ്റി വെച്ചിരുന്നു, അത് കൂട്ടിയിട്ടാണ് നമ്മളത് കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്